സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിലിനെ കുറിച്ച് ചികിത്സയെക്കുറിച്ചൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ എൻ്റെ മുടിയും കുറേ കൊഴിഞ്ഞു പോയി. ഞാൻ ഈ മുടിയൊന്ന് പൊക്കി വെക്കാൻ വേണ്ടി കുറച്ചൊരു പൊടി ഉപയോഗിക്കുമായിരുന്നു. ആ പൊടി എന്നെ ചതിച്ച്. പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ സംശയങ്ങളൊക്കെ ചോദിക്കാനിരിക്കുന്ന ഒരു ഡോക്ടർ ഇപ്പോൾ വരികയാണ്. കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ ത്വക്കുരോഗ വിദഗ്ധൻ ഡോക്ടർ എബിൻ എബ്രഹാം വിട്ടി ഇപ്പോൾ സംസാരിക്കുന്നു. Family Doctor, supported by VPS Lakeshore. ഹെയർ ഫോൾ ഇല്ലാത്ത ആരും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നോർമലി നമ്മുടെ ഹെയർ ഒരു റീസൈക്ലിംഗ് ഓർഗനാണ്. അപ്പം അത് മുടി കുറച്ച് നാൾ വളർന്നതിന് ശേഷം ആ മുടി നാര് പൊഴിഞ്ഞു പോയി അതിൻ്റെ സ്ഥാനത്ത് പുതിയ മുടി തിരിച്ചു വരും. അതുകൊണ്ട് എല്ലാവർക്കും ചെറിയ രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാകും. അപ്പോൾ ഒരു അധികമായിട്ട് ഹെയർ പോകുന്നുണ്ടെങ്കിൽ, അത് മോർ ദാൻ ഒരു 50 to 100 ഹെയർ സ്ട്രാൻഡ്സ് ഒരു ദിവസം പോകുന്നുണ്ടെങ്കിലാണ് നമ്മൾ അബ്നോർമൽ എന്ന് വിളിക്കുന്നത്. അതിന് പല കാരണങ്ങൾ വരാം. നമുക്ക് തലവേദനയ്ക്ക് പല കാരണങ്ങളെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഹെയർ ഫോളിന് പല കാരണങ്ങളുണ്ടാകും. ചിലർക്ക് അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടോ, അല്ലെങ്കിൽ ചില ഹോർമോൺ വേരിയേഷൻസ്, ഈ തൈറോയിഡിൻ്റെ അസുഖം കൊണ്ടോ, അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഡയറ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിഷ്യൻസി വന്നിട്ടൊക്കെ ഇതുണ്ടാകാം. രക്തക്കുറവ്, അനീമിയ, ഇതൊക്കെ ഇതിൻ്റെ റീസൺസ് ആകാം. ജെനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടും ഹെയർ ലോസ് വരാം. ഇപ്പം മെയിൽസിലാണെങ്കിൽ ബാൾഡ്നെസ് ഉണ്ടെങ്കിൽ, ബാൾഡ്നെസ് എന്ന് പറയുന്ന കണ്ടീഷൻ പാരമ്പര്യമായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇയർലി ഒരു 25-30 ഇയേഴ്സ് മുതൽ ചെറുതായിട്ട് മുടിയുടെ കട്ടി കുറഞ്ഞ് പിന്നീട് അത് നല്ലൊരു ബാൾഡ് പാറ്റേണിലേക്ക് പോകും. സ്ത്രീകൾക്കും ഇതേപോലെ തന്നെ ബാൾഡ്നെസ് ഉണ്ടാകാം, പക്ഷേ അത് വേറൊരു രീതിയിലായിരിക്കും വരുന്നതെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കണ്ടെത്തി, എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് കണ്ടെത്തി അതിനൊരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഹെയർ ലോസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഹെയർ ലോസ് ആണ്. ഇതിൽ കാണുന്നത് നമ്മൾ തലയിൽ ഒരു ഭാഗത്ത് മാത്രം ഒരു റൗണ്ടിൽ മുടി കൊഴിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ ചിലർക്ക് ബിയേഡിൽ ഒരു വട്ടത്തിലൊരു പാച്ച് മുടി ഇല്ലാതിരിക്കുന്നു, രോമം ഇല്ലാതിരിക്കുന്നു. ചിലർക്ക് ശരീരത്തിൽ ബോഡി ഹെയർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചില ഏരിയയിലും ഹെയർ ഇല്ലാതിരിക്കുന്നു. ഐബ്രോസിൽ ഇത് ബാധിക്കാം. അപ്പോൾ ഒരു ഏരിയയിലെ സ്കിന്നിലുള്ള അല്ലെങ്കിൽ ആ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഇൻഫ്ലമേറ്ററി സെൽസ് മൂലം അവിടെ ഹെയർ വരാതിരിക്കുന്നു. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നേരത്തെ പറഞ്ഞ പോലെ ചില നീർക്കെട്ടിൻ്റെ കോശങ്ങളാണ് ഈ മുടിയുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ അതിന് കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ചിലർക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലോ, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ അസുഖങ്ങളിലോ, അനീമിയ, രക്തക്കുറവ് വരുമ്പോഴൊക്കെ ഇത് വരാം. അലർജി ഉള്ളവരിൽ ചിലർക്ക് ഇത് കൂടുതലായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. 1-2 ചെറിയ പാച്ചസ് ഓഫ് ഹെയർ ലോസ് ആണെങ്കിൽ അവിടെ മാത്രമായിട്ട് നമ്മൾ മരുന്ന് പുരട്ടുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുകയോ ചെയ്യുന്നത്. ഇൻട്രാലീഷണൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് അതിന് കൊടുക്കുന്നത്. ഒത്തിരി അധികം പാടുകളുണ്ട്, അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ അതിനുള്ള ഇമ്മ്യൂണോ സപ്രസൻ ഗുളികകളാണ് അതിന് കൊടുക്കുന്നത്. അതും തന്മൂലം നമ്മുടെ ആ ഇമ്മ്യൂൺ ലെവൽസ്, ആ ഒരു ഇൻഫ്ലമേറ്ററി സെൽസ്, ആ ഓട്ടോ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരികയും നോർമലി മുടി കെളുത്ത് വരികയും ചെയ്യുന്നു. Family Doctor, supported by VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.